നമസ്കാരം. ഗവിയിലെ അങ്കണവാടി ഹെൽപ്പറായ യുവതിയുടെ കൊലപാതകത്തിൽ പിടിയിലായ പ്രതി അല്പം മുമ്പാണ് കുറ്റം സമ്മതിച്ചത്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വിനോദ് കുമാർ എന്നയാളാണ് യുവതിയെ കൊലപ്പെടുത്തിയത്. സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ വണ്ടിപ്പെരിയാർ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. തുടർന്ന് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. യുവതിയെ ബലാത്സംഗത്തിനു ശേഷം കഴുത്തുഞെരിച്ച് കൊല്ലുകയായിരുന്നുവെന്ന് ഇയാൾ പോലീസിനോട് വെളിപ്പെടുത്തുകയും ചെയ്തു. ഗവിയിൽ നിന്നും മീനാർ ഭാഗത്തേക്ക് പോകുന്ന റോഡിന്റെ അടുത്തുള്ള വനത്തിൽ താൽക്കാലിക ഷെഡ് കെട്ടി ഒളിച്ചു താമസിക്കുകയായിരുന്നു പ്രതിയെന്ന് പോലീസ് പറയുന്നു. ഇതിനിടയിലാണ് ഇവിടത്തെ റോഡിലൂടെ പതിവായി ജോലിക്ക് പോവുകയും വരികയും ചെയ്യുന്ന യുവതിയെ നിരീക്ഷിക്കുന്നത്. തുടർന്ന് ഇന്ന് രാവിലെ പ്രദേശത്ത് നിന്നും 1 കിലോമീറ്റർ മാറിയുള്ള സ്ഥലത്ത് വച്ച് യുവതിയെ ആക്രമിക്കുകയായിരുന്നു. ബലാത്സംഗ ശ്രമത്തിനിടെ കൊലപാതകം നടത്തി മൃതദേഹം തോട്ടിലേക്ക് തള്ളുകയായിരുന്നുവെന്ന് വിനോദ് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. തമിഴ്നാട് സ്വദേശിനിയായ യുവതി മീനാറിലെ അങ്കണവാടിയിലാണ് ജോലി ചെയ്യുന്നത്. ഗവിയിലാണ് താമസം. 3 കിലോമീറ്റർ അകലെയാണ് അങ്കണവാടി. ഇവിടേക്കുള്ള പാത പൂർണ്ണമായും വനത്തിനുള്ളിലൂടെയാണ് കടന്നു പോകുന്നത്. വഴിമധ്യേയുള്ള തോട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹത്തിൽ മൃഗങ്ങൾ ആക്രമിച്ച പാടുകളോ മറ്റോ കാണാനില്ലായിരുന്നു. ഇതിൽ അസ്വാഭാവികത തോന്നിയതിനെ തുടർന്ന് നാട്ടുകാർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസമായി യുവതിയെ വിനോദ് പിന്തുടരുകയായിരുന്നു. യുവതിയെ ആക്രമിക്കാൻ ലക്ഷ്യമിട്ട് ഇയാൾ വനമേഖലയിൽ കുടിൽ കെട്ടി താമസിക്കുകയും ചെയ്തു. ഇതിന്റെ തെളിവുകൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഗവി മീനാർ വഴിയിൽ കാത്തുനിന്നാണ് യുവതിയെ ഇയാൾ ആക്രമിച്ചത്. ബലാത്സംഗത്തിനിടെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ആദ്യഘട്ടത്തിൽ പ്രതി കുറ്റം സമ്മതിച്ചിരുന്നില്ല. എന്നാൽ കൂടുതൽ ചോദ്യം ചെയ്യലിൽ യുവതിയോട് പ്രണയമുണ്ടായിരുന്നുവെന്നും അതിനാലാണ് യുവതിയെ കാണാൻ ശ്രമിച്ചതെന്നും പ്രതി പറഞ്ഞു. യുവതിയെ പിടിച്ചു തള്ളിയപ്പോൾ യുവതിയുടെ തല കല്ലിലിടിച്ച് താഴേക്ക് വീണു. പിന്നീട് തോട്ടിലെ വെള്ളത്തിൽ മുക്കി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പ്രതി പറയുകയും ചെയ്തു. വനംവകുപ്പും പോലീസും ചേർന്ന് നടത്തിയ തെരച്ചിലിലാണ് വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ വെച്ച് പ്രതി പിടിയിലാകുന്നത്. ഇയാൾക്കെതിരെ കൊലപാതക ശ്രമത്തിന് മറ്റൊരു കേസുണ്ടെന്നും പോലീസ് പറഞ്ഞു. വണ്ടിപ്പെരിയാർ പോലീസാണ് ആദ്യം ചോദ്യം ചെയ്തത്. പത്തനംതിട്ട പോലീസ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യുന്നു. പ്രതിക്കൊപ്പം 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയുമുണ്ട്. സഹോദരിയുടെ മകളാണെന്നാണ് ഇയാൾ പറയുന്നത്. എന്തായാലും ഇതിലും പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നുണ്ട്. എന്തായാലും വ്യക്തമായ പ്ലാനിങ്ങോടെയാണ് ഇയാൾ ഇവിടെ കുടിൽ കെട്ടി താമസിച്ചതും യുവതിയുടെ പോക്കും വരവും നിരീക്ഷിച്ചതും. അതിനൊടുവിലാണ് ഇയാൾ യുവതിക്കെതിരെ ആക്രമണം നടത്തിയതും ക്രൂരമായി കൊലപ്പെടുത്തിയതും. എന്തായാലും കടന്നു പിടിച്ചപ്പോൾ തന്നെ യുവതിയുടെ തല കല്ലിൽ ചെന്ന് ഇടിക്കുകയായിരുന്നു. മരിച്ചുവെന്ന് ഉറപ്പിച്ചാണ് ഇയാൾ തോട്ടിലേക്ക് ഇട്ടിട്ട് അവിടെ നിന്നും പിന്നീട് കടന്നുകളഞ്ഞത്. എന്തായാലും ഒളിച്ചു താമസിക്കവെയാണ് പ്രതി പോലീസിന്റെ പിടിയിലായത്. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണെന്ന് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തു.